ഓരോ അറബി വീട്ടിലെ ഡ്രൈവർമാർക്കും കൃത്യമായി ശമ്പളം കൊടുക്കാതെയും പറഞ്ഞ ശമ്പളത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു അറബി ഉണ്ടാകും. മുഖത്ത് കൂളിംഗ് ഗ്ലാസ് കണ്ണട വെച്ച് ഒരു വൃത്തികെട്ട അറബി എനിക്കും ഉണ്ടായിരുന്നു. ഒരു പണി ചെയ്ത് തീരും മുമ്പേ വേറൊരു പണി തരുന്ന ഒരു വയസ്സനായ അറബി, പേര് നാസർ. വീട്ടിൽ ഞാൻ ഉച്ചത്തിൽ TV വെച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്റെ TVയും എടുത്തുകൊണ്ടുപോയി എന്റെ അറബി. അറബി കാണാതെ ഞാൻ കൂട്ടുകാരുമായി സംസാരിച്ചപ്പോൾ എന്റെ അറബി വന്ന് എന്നെ വരട്ടി, എന്റെ കൂട്ടുകാരെയും വരട്ടി. നേരം പുലരുമ്പോൾ 5-6 വണ്ടികൾ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കുവാൻ പറയുമായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ കുബൂസുകൾ കൊണ്ടുവന്ന് 3 നേരത്തെ വിശപ്പടക്കുവാൻ പറയും. ചെടികൾ നനയ്ക്കാൻ പറയുമായിരുന്നു. അറബി വീട്ടിലെ ദുരിതങ്ങൾ നന്നായി ഞാൻ അനുഭവിച്ചു. എന്റെ സ്വസ്ഥത നശിച്ചു. ഈ വീട്ടിലെ ജോലി എനിക്കും മടുത്തു. ഒടുവിൽ ഒരു ലോറി നിറയെ ആടുകളുമായി അവരെ തീറ്റിപ്പോറ്റണമെന്ന് പറഞ്ഞ് എന്റെ അറബി എന്റെ അടുത്ത് വന്നു. നീറ കണ്ണുകൂടെ ഞാൻ ചോദിച്ചു, ബാബ ഈ ജോലിയൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുമെന്ന്. അപ്പോ അറബി പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ജോലി ചെയ്യാനല്ലേ നീ ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്ത് ജോലി പറഞ്ഞാലും നീ ചെയ്യണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോയെന്ന്. നാട്ടിലേക്ക് പോവാൻ പറഞ്ഞ എന്റെ അറബിയോട് ടിക്കറ്റ് ഞാൻ ചോദിച്ചു. ഓരോ ജോലി ഏൽപ്പിക്കുമ്പോഴും വളരെ ആത്മാർത്ഥമായി ചെയ്തു തരുന്ന എനിക്ക് അതും നിഷേധിച്ചു. നാട്ടിലേക്ക് വിമാനം കയറുമ്പോഴും ഒപ്പം ഈ വീട്ടിലെ ജോലിയെയും ആ വൃത്തികെട്ട അറബിയെയും മനസ്സിൽ ശപിക്കുകയായിരുന്നു.